ഹലോ അസ്സാം വലൈക്കും. നിങ്ങളുടെ ബുഷ് മാറ്റിക്കണേ, ഞാൻ മാറ്റിക്കൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഇന്ന് പുറത്ത് പോകാൻ കേട്ടോ, വേറെ എവിടെയില്ല. ഇവിടെ ഒരു എയ്റോപ്ലെയിൻ്റെ മ്യൂസിയം ഉണ്ട് ഇത്രേ. അങ്ങനെ ഊബറൊക്കെ വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഭയങ്കര ട്രാഫിക്കടോ, ട്രാഫിക്കിനൊക്കെ അതിജീവിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകണത്. അങ്ങനെ പുറത്തുനിന്ന് വീഡിയോ എടുക്കില്ലേ പറഞ്ഞു കേട്ടോ സെക്യൂരിറ്റി. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയപ്പോൾ ഞങ്ങൾ ആദ്യം എന്താ ചെയ്തതെന്നറിയോ, ഞങ്ങളുടെ സെൽഫിയും വീഡിയോസും ഞങ്ങൾ ആദ്യം എടുത്തത്. അതിൻ്റെ ഇടയിൽ കുറേ വിമാനങ്ങളും കുറേ എയ്റോപ്ലെയിനൊക്കെ പുറത്തു കൂടെ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പൊട്ടേ തോന്നുന്നു, ഈ പട്ടാളക്കാരൻ പോണ കണ്ടില്ലേ. ഇതിൻ്റെ അകത്താണ് വിമാനമൊക്കെ ഉണ്ടാക്കുന്നത്. മെക്കാനിക്കാണ് പോണത് കേട്ടോ. അപ്പം നമ്മൾ സൈന്യത്തിലൊക്കെ കണ്ടിട്ടില്ലേ, മമ്മൂട്ടിയുടെ ഒരു ഇത്, ആ ഒരു ഇതാണ് ഇത്. ആ വിമാനം ഒക്കെ അതന്നെയാണിത്. ഈ ആളുടെ പ്രതിമ ഉണ്ടോ, ഇയാളാന്ന് തോന്നുന്നു ഫസ്റ്റ് വിമാനം പറപ്പിച്ചത് തോന്നുന്നു. അതപ്പോൾ ഇനി ഉണ്ടാക്കിയതാണോ എന്നറിയില്ല. എന്താണെങ്കിലും ശരി, അയാളുടെ പ്രതിമ അവിടെ സല്യൂട്ട് അടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഓരോന്നിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. നിങ്ങളിതിന്ന് ഊഹിച്ചാൽ മതി കേട്ടോ. പീരങ്കി, എന്താ പറയുക, ജെറ്റ് വിമാനം, കുഞ്ഞു വിമാനം കണ്ടോ. കുഞ്ഞു വിമാനം തൊട്ടിട്ട് വലിയ വിമാനം വരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഉണ്ടാക്കിയതുണ്ട്. ഓൾഡ് ഉണ്ട്, ന്യൂ ഉണ്ട്, എല്ലാം ഉണ്ട് ട്ടോ. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർ ഉണ്ടാക്കിയതിന് വെക്കണ ഒരു സ്ഥലമുണ്ട് പുറത്ത്. ആ പുറത്താണ്. അവിടേക്ക് ആർക്കും പ്രവേശനമില്ല കേട്ടോ. അവിടെ ഇങ്ങനെ ചങ്ങല വെച്ച് ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതുണ്ട്, ആ ഡോറിൻ്റെ അവിടെയാണ് ഉണ്ടാക്കിയ വിമാനങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോവാം. അപ്പോൾ ഓക്കെ, ടാറ്റാ.